السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം പറയുന്നത് സമ്പത്തില്ലായ്മയല്ല, അതുമല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ പട്ടിണിയുമല്ല, മറിച്ച് നല്ല ഒരു പുഞ്ചിരിക്കുന്ന മുഖവും നല്ല സന്തോഷമുള്ള ഒരു വിശാലമായ മനസ്സ് അഥവാ ഹൃദയം. നിങ്ങളൊന്ന് ചുറ്റുപാട് നോക്കി നോക്കി, എവിടെ ഇറങ്ങി നോക്കിയാലും, വീട്ടിലാവട്ടെ, റോട്ടിലാവട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്താവട്ടെ, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിലാവട്ടെ, എല്ലാവരുടെയും മുഖം നോക്കി നോക്കുക. വളരെ ഒരു മ്ലാനത, വളരെ വിഷമത്തിൽ, ദുഃഖത്തിലാണ്. ഒരുപാട് രോഗികൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. സഹോദരന്മാരെ, ലോകം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ആകെ രണ്ട് കാര്യത്തിനാണ്. നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. എല്ലാവരും ഇതിനു വേണ്ടി മാത്രമാണ് ഓടുന്നത്. പക്ഷെ പലരും അത് കണ്ടെത്തുന്ന സ്ഥലം തെറ്റെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കള്ള് കുടിക്കുന്ന മനുഷ്യൻ എന്തിനു വേണ്ടി കുടിക്കുന്നു? കാശില്ലാതെ പോലെ എന്തിനു വേണ്ടി കള്ള് കുടിച്ച് രക്തം ഛർദ്ദിക്കാൻ വേണ്ടി കുടിക്കുന്നു? എന്തുകൊണ്ട് വെച്ചാൽ 4-5 മണിക്കൂർ അവർ വേറെ തന്നെ ഒരു ലോകത്തേക്ക് പോയി ഈ ദുനിയാവ് മറന്നു പോയിട്ട് വേറെ തന്നെ ലോകത്തിലേക്ക് സന്തോഷം കണ്ടെത്തുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതേപോലെയാണ് സഹോദരന്മാരെ കഞ്ചാവടിക്കുന്ന ഓരോ വ്യക്തികൾ. നമ്മള് ഈ പൂവാലന്മാരുണ്ട് ബൈക്കിൽ പോകുന്നത്, 3-4 പേരൊക്കെ നല്ല സ്പീഡിൽ റോഡിൽ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് താത്കാലികമാണെങ്കിൽ പോലും അവരാഗ്രഹിക്കുന്നതാണ്. വിഭജിക്കുമ്പോൾ ഇതേ അവസ്ഥയാണ്. പോർണോഗ്രാഫി കാണുമ്പോൾ ഇതേ അവസ്ഥയാണ്. അവനവന്റെ സ്വത്തിൻ്റെയും ധൂർത്തൻ കല്യാണമൊക്കെ നടത്തുമ്പോൾ ഇതേ അവസ്ഥയാണ് സഹോദരന്മാരെ. എല്ലാവർക്കും ആവശ്യം സന്തോഷമുണ്ടാകണം. എന്നാൽ യഥാർത്ഥ വിശ്വാസി എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത് വെച്ചാലേ, ഒറ്റയ്ക്കിരുന്ന് തഹജ്ജുദിൽ പൊട്ടിക്കരഞ്ഞിട്ടാണ്, കൃത്യമായി ജമാഅത്തിന് പോയിട്ടാണ്, ഉള്ള ഒഴിവ് സമയങ്ങൾ, വീട്ടിലുള്ള സമയങ്ങൾ ഒരുപാട് ഖുർആൻ ഓതി പഠിച്ച് ചിന്തിച്ചിട്ടാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. മറ്റുള്ളവർക്ക് സഹായം ചെയ്തിട്ടാണ് സഹോദരന്മാരെ. യഥാർത്ഥം നമ്മൾ പലപ്പോഴും തെറ്റിച്ചു പോകാറുണ്ട്. സന്തോഷമുള്ള സമയത്ത് മാത്രമേ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ് പലരും തെറ്റിച്ചിരിക്കുന്നത്. അതായത് നന്ദി പറയുന്നത്, നന്ദി ഉണ്ടാവണമെങ്കിൽ സന്തോഷം ഉണ്ടാവണമെന്നാണ് ലോകം വിശ്വസിച്ചിരിക്കുന്നത്. നേരെ മറിച്ച സഹോദരന്മാരെ, നേരെ മറിച്ച സംഭവിക്കുന്നത്. നന്ദിയുള്ളവരടി അടിമയാകുമ്പോൾ മാത്രമാണ് മനുഷ്യന് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. നല്ലോണം പഠിക്കുക. സന്തോഷമുള്ളപ്പോൾ നന്ദി ഉണ്ടാവുക എന്നല്ല, മറിച്ച് നന്ദിന്റെ അനന്തര ഫലമാണ് സന്തോഷം. അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹിൻ നുശൂർ. നമ്മൾ ഓരോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തുമാവട്ടെ, കുറച്ചാവട്ടെ, കുറേതാവട്ടെ, നല്ലതാവട്ടെ, എന്തുമാവട്ടെ, അപ്പോൾ നമ്മൾ ഉടനെ പറയേണ്ടതാണ് അൽഹംദുലില്ലാ. നല്ലോണം പഠിക്കുക സഹോദരന്മാരെ. ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ ഞാൻ അവരുടെ ഏറ്റവും ആദ്യം പറയാ, നിങ്ങൾ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എടുത്തു പറയാ. അതാണ് സൂറത്തുൽ ളുഹയിലെ വഅമ്മാ ബി നിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഒരുപാട് അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു നോക്കൂ സഹോദരന്മാരെ. ഒരുപാട് സന്തോഷം തോന്നും. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇബ്രാഹിം 14-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് സന്തോഷം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക സഹോദരന്മാരെ. ഈ അടുത്തൊരു വാട്സാപ്പിലോട്ട് നല്ല ഭംഗിയായ ഒരു യാഥാർത്ഥ്യ സംഭവം വന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഒരു 92 വയസ്സുള്ള ഒരു വൃദ്ധയായ സ്ത്രീയെ ഒരു ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ പോവാണ്. പാവം സഹോദരിയുടെ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു. അപ്പം നഴ്സിംഗ് റൂമിലേക്ക് മാറ്റാൻ പോവാണ്. കുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ പോവാ. അപ്പോൾ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയൊരു ഒരു സഹോദരി മാറ്റുന്ന കാട്ടി മുമ്പ്, നഴ്സിംഗ് റൂമിൽ എത്തുന്ന കാട്ടി മുമ്പ് ഭയങ്കര സന്തോഷത്തിൽ, ഭയങ്കര ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെയാണ് കളിപ്പാവ കിട്ടുന്നത് അതേപോലെ. അപ്പോ അവിടുത്തെ വൃദ്ധസദനത്തിലെ ആൾക്കാർ പറഞ്ഞ്, നിങ്ങൾക്കൊരു ചെറിയൊരു റൂമേ ഉണ്ടാവുള്ളൂ,
പക്ഷെ എന്നിട്ട് നിങ്ങൾ എന്താ സന്തോഷിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ചെറിയൊരു റൂമേ ഉണ്ടാവുള്ളൂ, അവിടെ ഒരു കട്ടിലുണ്ടാവും, ഒരു വേറെ ഒന്നും ഉണ്ടാവും, ചെറിയ ബാത്റൂം മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് കാണാതെ തന്നെ എങ്ങനെ നിങ്ങൾ ഇത്രമാത്രം സന്തോഷിച്ചിരിക്കുന്നത്? അപ്പോ ഈ സഹോദരി, വൃദ്ധയായ ഒരു സഹോദരിയുടെ ഉമ്മയുടെ അമ്മയുടെ വാക്കുകൾ എന്താ പറയുക, സഹോദരന്മാര്, റൂം എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് പ്രശ്നമില്ല, മറിച്ച് സന്തോഷം എങ്ങനെ നേടണം എന്നുള്ളത് അത് എൻ്റെ മനസ്സിന്റെ അവസ്ഥ അനുസരിച്ച് സഹോദരന്മാരെ, ഞാൻ അവിടെ എത്തുന്ന കാട്ടി മുമ്പ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവിടുത്തെ ഫർണിച്ചർ എങ്ങനെയാണെന്നോ, അല്ല അവിടുത്തെ കിടക്ക എങ്ങനെ ഉണ്ടാവോ, അല്ല ബാത്റൂം എങ്ങനെ, ഒന്നുമല്ല. ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചു, എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ കിടക്കയിൽ നിന്ന് എനിക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും എൻ്റെ വേദനയെ പറ്റിയും എൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കാം. അതല്ല, എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരുപാട് എനിക്ക് സന്തോഷിക്കുക സഹോദരന്മാരെ. ഞാൻ തന്നെയല്ലേ തീരുമാനിക്കുന്നത്. ഓരോ ദിവസം പറയുന്നത് ഒരു പുതിയ ദിവസമാണ്. അവിടെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തം എനിക്ക് അള്ളാഹു ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഓർത്ത് എനിക്ക് ഒരുപാട് സന്തോഷിക്കുക. സഹോദരി പറയാണ്, വാർദ്ധക്യം പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. ബാങ്ക് അക്കൗണ്ട്, അത് ആ അക്കൗണ്ടിൽ എന്താണോ നിങ്ങൾ ഇട്ടിരിക്കുന്നത് അത് നമ്മൾക്ക് എടുത്തിട്ട് നമുക്ക് ആസ്വദിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജീവിതത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ഇട്ടുവെക്കുക സഹോദരന്മാരെ. അങ്ങനെ ഇട്ടുവെക്കുക. അങ്ങനെ ഇട്ടുവെക്കുമ്പോൾ എനിക്ക് വാർദ്ധക്യത്തിലേക്ക് ഈ സന്തോഷമുള്ള മുഹൂർത്തത്തെ പറ്റി പിന്നെയും ഓർത്തുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് കണ്ട് ഒരുപാട് സന്തോഷിക്കുക. നേരെ മറിച്ചോ, നമുക്കില്ലാത്തതിനെ പറ്റി ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് ആരാണ് അനുഭവിക്കുന്നത്? അവനവൻ തന്നെയാണ്. എന്നിട്ട് ഈ സഹോദരി 5 ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, പുഞ്ചിരിച്ചിട്ട്. വെയിറ്ററിന് കൊടുക്കുന്ന 5 ഉപദേശങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. നമുക്ക് കിട്ടാത്തതിനെ പറ്റി നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുമ്പോഴും സഹോദരി 90 വയസ്സ് ആരോരും ഇല്ലാത്ത നഴ്സിംഗ് ഹോമിൽ വൃദ്ധസദനത്തിൽ പോകുമ്പോൾ ഒരുപാട് സന്തോഷിച്ചു കൊടുക്കുന്ന 5 ഉപദേശങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമാണ്. ഏറ്റവും ആദ്യം പറഞ്ഞെന്താ അറിയോ? നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ വിദ്വേഷം അങ്ങെടുത്ത് മാറ്റുക. ഫ്രീ യുവർ ഹാർട്ട് ഫ്രം ഹേറ്റ്രഡ്. ഒരു വെറുപ്പ് മാറ്റുക. ആരോടും വെറുപ്പുണ്ടാവരുത് സഹോദരന്മാർ, ആരോടും വിദ്വേഷം, ആരോടും അസൂയ ഒന്നും ഉണ്ടാവരുത്. നമ്മളെ ഹൃദയം നമ്മുടെ കൈയാണല്ലോ. എൻ്റെ ഹൃദയം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടി തീരുമാനിക്കുക. നമ്മളെന്തിനാ വെറുതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് ആരോടും വിദ്വേഷമില്ല, അല്ലാഹുവാണ് സത്യം. എനിക്ക് ആരോടും വെറുപ്പില്ല, ആരോടും അസൂയില്ല. എല്ലാവർക്കും സ്വർഗം കിട്ടണേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. ഹൃദയത്തിൽ ഒരുപാട് സക്കീനത്ത് ഉണ്ടാവും, സമാധാനം ഇട്ടരും. രണ്ടാമത്തത് സഹോദരി ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയപ്പാടും ബേജാറുകളൊക്കെ മാറ്റുക. എന്തിനാ നമ്മൾ നാളത്തെ പറ്റി ഇങ്ങനെ ബേജാറാവുന്നത്? നമുക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് ഓർക്കുക. ഞാൻ ഒരുപാട് രോഗികളുണ്ട്, ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലാഹു, എന്നിട്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് കുറേ കുറ്റങ്ങൾ പറയും. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ആദ്യം അൽഹംദുലില്ലാ പറയും. നിങ്ങൾ നടന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അൽഹംദുലില്ലാ. നിങ്ങൾ രാവിലെ മൂത്രമൊഴിച്ചു, മലമൂത്ര വിസർജനം ചെയ്തു, ഒറ്റക്ക് ചെയ്തു, അൽഹംദുലില്ലാ. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാ. സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ബോധമുണ്ട്, അൽഹംദുലില്ലാ. വീടുണ്ട്, അൽഹംദുലില്ലാ. വാഹനമുണ്ട്, ഭക്ഷണമുണ്ട്, മക്കളുണ്ട്. ഇതൊന്നുമില്ലാതെ വെറും കുറ്റം മാത്രമേ ഉള്ളൂ സഹോദരന്മാരെ, വെറും കുറ്റം മാത്രം പറയാന്. യഥാർത്ഥത്തിൽ ഞാൻ ഓർത്തു പോകുന്ന എപ്പോഴും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അബ്ദുള്ളക്ക, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കണം ദയവ് ചെയ്ത്. എന്തുകൊണ്ട് 25 വർഷമായിട്ട് കിടപ്പിലായിട്ട് പോലും നമ്മൾ ഒരിക്കൽ അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയ നമുക്ക് തോന്നും നമ്മൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല സഹോദരന്മാരെ. ഖുർആനിന്റെ താക്കത്തിലൂടെ നേടിയെടുത്തൊരു ജീവിതമാണ്. ഒന്ന് സഹോദരന്മാരെ, അള്ളാന്റെ അനുഗ്രഹം ഒരുപാട്. എന്നെ മൂന്നാമത്തെ സഹോദരി പറഞ്ഞ ഉപദേശം എന്താണെന്ന് വെച്ചാല്, ലളിതമായി ജീവിക്കും എപ്പോഴും വളരെ ലളിതമായിട്ട്. എപ്പോഴും നിലത്തോട്ട് നടന്നുകൊണ്ടിരുന്നാൽ മതി. എന്നാൽ പിന്നെ വല്ലാതെ മുകളിലോട്ട് 40ാമത്തെ നിലയിൽ കയറുകയും ചെയ്യേണ്ട, താഴോട്ടേക്ക് വീഴുകയും ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ കുഴപ്പം എന്താ? നമുക്ക് പേരും പ്രശസ്തിയും സമ്പത്തങ്ങനെ ഒരുപാട് മോഹിച്ച് കൂട്ടി ഉണ്ടാക്കും. പിന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വിഷമം, ആ അധികാര സ്ഥാനം പോകുന്നതിന്റെ വിഷമം, ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അതേസമയത്ത് എപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നുണ്ടല്ലോ, ഒരു ചെറിയ വീഴ്ചയൊന്നും നമുക്ക് ആർക്കും വേദന ഉണ്ടാക്കൂല സഹോദരന്മാര്. അതേസമയത്ത് ഞാൻ 40ാമത്തെ നിലയത്ത് കെട്ടിടത്തിലുള്ള അതേപോലത്തെ പേരും പ്രശസ്തിയും സമ്പത്തും നേടിയിട്ട് അവിടുന്ന് ഗ്രൗണ്ടിലേക്ക് താഴോട്ട്
താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ വീണു പോവും, നശിച്ചു പോവും, ജീവിതം നശിച്ചു പോവും, തകർന്നു പോവും ഹൃദയം. നാലാമത്തെ കൊടുക്കുന്ന ഉപദേശം എന്താ അറിയോ? ഗീവ് മോർ. എല്ലാവർക്കും കൂടുതൽ കൂടുതൽ കൊടുക്കുക, നല്ലോണം കൊടുക്കുക. നമുക്ക് പറ്റുന്ന വിധത്തിൽ എല്ലാവർക്കും, ഒന്നുമില്ല എല്ലാവർക്കും പുഞ്ചിരി കൊടുക്കുക, എല്ലാവർക്കും സമാധാനം. ഞാൻ എവിടെയൊക്കെ ജീവിക്കുന്നു അവിടെയൊക്കെ സമാധാനം ഉണ്ടാവും. അത് എൻ്റെ വീട്ടിലുണ്ടാവും, എൻ്റെ പള്ളി കമ്മിറ്റിയിലുണ്ടാവും, എൻ്റെ ജോലി സ്ഥലത്തുണ്ടാവും, ഞാൻ എൻ്റെ രോഗികൾക്ക് ഉണ്ടാവും. എല്ലാവർക്കും നമ്മൾ കൂടുതൽ കൊടുക്കുക, പാവങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. യഥാർത്ഥത്തിൽ ബിസിനസ്സിന് യഥാർത്ഥത്തിൽ വിജയം പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നല്ല ബിസിനസ് കൊണ്ടെടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കുക, അവരെപ്പോഴും കുറച്ചുകൂടി കൂടുതൽ കൊടുക്കും. 1 കിലോ അരി മേടിച്ചാൽ 1 കിലോ ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇടും. ഇറച്ചി മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും. നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല കുറച്ച് കൂടുതൽ കൊടുക്കും. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ കൂടുതൽ ആൾക്കാർ വരും, പേരും പ്രശസ്തിയും കൂടും. അപ്പൊ കൂടുതൽ കൊടുക്കും സഹോദരന്മാരെ. 5-ാമത്തേതായി സഹോദരി പറഞ്ഞത് എന്താ അറിയോ? നിങ്ങളെ കുറച്ച് പ്രതീക്ഷിക്കുക. മറ്റുള്ളവരുടെ കുറച്ച് വളരെ ഒന്നും പ്രതീക്ഷിക്കുകയേ ചെയ്യണ്ട, ഒന്നും പ്രതീക്ഷിക്കേണ്ട സഹോദരന്മാരെ. നമ്മളൊക്കെ കുഴപ്പതാണ്. നമ്മുടെ കടമകളും നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ്, നമ്മളെല്ലാവർക്കും പ്രശ്നം എന്താ അറിയോ? നമ്മൾക്ക് കിട്ടേണ്ട അവകാശത്തെ പറ്റി മാത്രമാണ് എല്ലായിടത്തും ചോദിക്കുക. നിങ്ങൾ അങ്ങനെ ഒഴിവാക്കുക. അത് അള്ളാഹ് നമ്മളത്തെ ചോദിക്കുക, നിനക്ക് കിട്ടേണ്ട അവകാശം കിട്ടിയോ എന്ന് അള്ളാഹ് ഒരിക്കലും ചോദിക്കില്ല. മറിച്ച് അള്ളാഹു ചോദിക്കാൻ പോകുന്ന എൻ്റെ നിങ്ങളുടെ കടമകൾ നിറവേറ്റിയോ? ഭർത്താവായിട്ട്, ബാപ്പയായിട്ട്, ജോലിയിൽ ഡോക്ടറായിട്ട്, നിങ്ങൾ എന്തൊക്കെ മേഖലകളുണ്ട് അവിടെയൊക്കെ നിങ്ങളെ കടമകൾ നിറവേറ്റിയോ മാത്രമേ ഉള്ളൂ. മറ്റേ കിട്ടേണ്ടത് അള്ളാഹു തീർച്ചയായിട്ടും തരും. ഇഹലോകത്ത് എന്തായാലും ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരും. ഇനി ഇഹലോകത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട പോലെ കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് അത് അള്ളാഹു പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തി തരും. ഒന്നുകൂടി ബേജാറാവണ്ട. അവിടെ എപ്പോഴും സന്തോഷിക്കുക സഹോദരന്മാരെ. യഥാർത്ഥത്തില് സൂറത്തുൽ ളുഹ ഉണ്ട്, ഒരു 93-ാമത്തെ അധ്യായം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് കാലഘട്ടത്തിൽ വഹി ഇറങ്ങാതെയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ദുഃഖിച്ചു. അപ്പോൾ ഇറങ്ങുന്ന ഒരു സൂറത്താ. അതിന്റെ ഒന്ന് പോയിട്ട് പഠിക്കണം സഹോദരന്മാരെ. എന്ത് ഭംഗിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൗൺസിൽ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം നബിക്ക് വിഷമം തോന്നിയപ്പോൾ നബിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? നബിയെ, നിന്റെ പിൽക്കാലം ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ദരിദ്രനായിരുന്നു, അനാഥനായിരുന്നു. അള്ളാഹുവാണ് സംരക്ഷിച്ച് ധനം നൽകി, ഖദീജ റളിയല്ലാഹു അൻഹ നൽകി, പേരും പ്രശസ്തി നൽകി. എന്റെ അള്ളാഹു എന്താ പറഞ്ഞേ? എന്ത് ചെയ്യണം? നീ ദരിദ്രനായി കണ്ടെത്തി, എന്നിട്ട് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. അതോടെ എല്ലാവർക്കും പുണ്യം ചെയ്യാം. അനാഥകൾ, വിധവകൾ, നമ്മൾക്ക് പാവപ്പെട്ടവർ, ദരിദ്രർ, പാവപ്പെട്ട രോഗികൾ, ഇവർക്കൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാം. അപ്പൊ സന്തോഷം തോന്നും സഹോദരന്മാരെ. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എന്താ? പിന്നെ അള്ളാഹു പറഞ്ഞു, വമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവരെ നീ വിരട്ടുകയും ചെയ്യരുത്. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചു വരുന്നോ, അത് ചിലപ്പോൾ സമ്പത്തായിരിക്കും, ചിലപ്പോൾ വിജ്ഞാനമായിരിക്കും, ചിലപ്പോൾ രോഗിയായിട്ടായിരിക്കും, എന്തൊക്കെ ആരൊക്കെ ചോദിച്ചു വരുന്നോ അവർക്കൊക്കെ കൊടുക്കുക. എന്റെ അവസാനം അള്ളാഹു പറഞ്ഞെന്താ? ഒന്ന് സഹോദരന്മാരെ, ഓരോരോ അനുഗ്രഹങ്ങൾ എടുത്ത് നിങ്ങൾ ദിവസം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നോക്കുക. നമ്മുടെ അനുഗ്രഹങ്ങൾ എണ്ണിയാ തീരില്ലെന്ന് അള്ളാഹ് 2 പ്രാവശ്യം ഖുർആനിൽ പറഞ്ഞു. നമ്മൾ ഇതുവരെ എണ്ണി നോക്കിയിട്ടില്ല. അത് ഏറ്റവും കുഴപ്പം. നമ്മൾ ഇതുവരെ നമ്മുടെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയിട്ടില്ല സഹോദരന്മാരെ. ഒന്ന് എണ്ണി ശീലിക്കുക. അള്ളാഹുവെ, കണ്ണുകൾക്ക് അൽഹംദുലില്ലാ, അള്ളാഹു സംസാരിക്കാൻ ശേഷി അൽഹംദുലില്ലാ, കാതുകൾക്ക് അൽഹംദുലില്ലാ, ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അൽഹംദുലില്ലാ, നടക്കാൻ പറ്റുന്നുണ്ട് അൽഹംദുലില്ലാ, മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു നല്ല മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, വീട്, ഭക്ഷണം, വാഹനം, എല്ലാം അള്ളാഹു നൽകി അൽഹംദുലില്ലാ. ഹിദായത്ത് നൽകി അൽഹംദുലില്ലാ. ആഫിയത്ത് നൽകി അൽഹംദുലില്ലാ. എത്രത്തോളം അൽഹംദുലില്ലാ പറയുന്ന സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഒരുപാട് മാനസിക ഐശ്വര്യം, ഒരുപാട് സന്തോഷം, ഒരുപാട് സമാധാനം, ഒരുപാട് സംതൃപ്തി ഇട്ടരും. അള്ളാഹു അങ്ങനത്തെ യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.